മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ മാറ്റങ്ങൾ ഓരോന്ന് ഓരോ ഭാഗത്ത് വരുന്നുണ്ട്. നിങ്ങളെ പറ്റിയും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, നിങ്ങളെ പറ്റിയും പ്രതീക്ഷയുണ്ട്, പേരോടിനെ പറ്റിയും പ്രതീക്ഷയുണ്ട്. കാരണം എന്താ, നമ്മൾ പ്രസംഗിച്ച് ഇങ്ങനെ കേട്ടപ്പോ മൂപ്പരിക്കും ചിലതിലൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന്. എന്താ മാറ്റം? മൂപ്പര് ഒരിക്കൽ വന്നിട്ട് പ്രസംഗിച്ചപ്പോ എന്ത് പറഞ്ഞു? എന്റെ താടിയെ പറ്റി എന്താ പറയുന്നത് നിങ്ങൾക്കറിയില്ലേ? എന്താ താടി, മുറ്റടിക്കാൻ പറ്റും, ബ്രഷാക്കാൻ പറ്റും, കൂടെ താടിനെ ഭയങ്കര പരിഹാസം അല്ലേ? മൂപ്പരിക്ക് മാറ്റം ഭയങ്കര ഉണ്ട്. താടിനെ മൂപ്പര പരിഹസിച്ചതും ഞാനതിന് പറഞ്ഞ മറുപടിയൊക്കെ അങ്ങൊക്കെ ഒന്ന് കേൾപ്പിക്കാം. ആദ്യം മൂപ്പര് താടിനെ പറ്റി പറഞ്ഞത് ആദ്യം പറഞ്ഞു എന്ന് കേട്ടോളൂ. താടിനെ പറ്റി മാറ്റാ കാണിക്കുന്നത്. എന്താ സാധനം? താടിയെല്ലാം കണ്ടാലും ബ്രഷാക്കാൻ പറ്റും താടി. എന്നിട്ട് സാധനം അതും മനസ്സിലായില്ല. കുന്തത്തിന് ഈ രണ്ടൊരു കുന്താണ്, അതിനൊരു താടിയും, ഒരു കുന്തത്തിനൊരു താടി. ഇവിടെ മുറ്റടിക്കാൻ പറ്റുമേ സാധനം? മുറ്റടിക്കാൻ പറ്റിയ താടിയാണെന്നാണ് കേട്ടോ. വേറെയും പലതും പറഞ്ഞിട്ടുണ്ടായി എന്നാണ് കേൾക്കുന്നത്. എഡിറ്റ് ചെയ്താണെന്നാണ് അറിവ്. പക്ഷേ ഈ റിവായത്തിൽ ലൈഫാണോ അല്ലേന്ന് അറിയില്ല. എന്തായാലും മഹാ ചീത്തകളാണ് പല രൂപത്തിലും പറഞ്ഞിട്ടുള്ളത് വാസ്തവത്തിൽ സഹോദരന്മാര്. അപ്പോ ഈ രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഞാനതിന് നല്ല മറുപടി കൊടുത്തു, മരുന്ന് കൊടുത്തു. ആ മരുന്ന് എന്താന്ന് കേട്ടോളി. നിങ്ങൾക്ക് സുന്നത്തിനെ പറയാൻ എന്തർഹതയാവുള്ളത്? നിങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പരിഹസിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിമാനത്തെ മോശപ്പെടുത്തുന്ന നിലക്ക് പരിഹസിക്കുന്നവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ ഹദീസുകളിലുണ്ട്, വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളരാൻ വിടണേ, നിങ്ങൾ താടി വളർത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ? ധാരാളം ഹദീസുകളിലുള്ളവരെ കാര്യമല്ലേ? നിങ്ങൾ താടി വളരാൻ വിടണം, നിങ്ങൾ താടിയെ വിടണം. അങ്ങനെ താടി വളർത്താൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ ഹബീബായ ഞങ്ങളുടെ നേതാവിന്റെ മുഖത്തേക്ക് നാളെ മഹ്ശറിൽ ചെന്ന് നോക്കുമ്പോ താടിയില്ലാത്ത മുഖവുമായി ഹബീബിന്റെ മുഖത്തെങ്ങനെ നോക്കും? പുന്നാര റസൂലുള്ളാഹിക്ക് വെറുപ്പല്ലേ? പുന്നാര റസൂലുള്ളാഹിനെ കുറിച്ച് ഖബറിൽ വെച്ച് ചോദിക്കില്ലേ, ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ഇത് ഞങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ജഅനാ ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകളുമായി ഞങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വന്ന ഞങ്ങളെ നേതാവാണിതെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോ മലായികത്തിനോട് മറുപടി പറയാൻ വേണ്ടി കൂടി താടിയൊക്കെ നീട്ടി വളർത്തുന്ന ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ഈ സ്ക്രീനിൽ എന്താ കാണിച്ചത്? ബ്രഷാണ് ആ താടി എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? പെയിന്റ് അടിക്കാൻ പറ്റും എന്ന് നിങ്ങൾ പരിഹസിച്ചില്ലേ? മുറ്റമടിക്കുന്ന ചൂലാണി കുന്തത്തിന്റെ താടി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീനിൽ എങ്ങനെ സ്റ്റില്ലിട്ട് നിർത്തിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നോക്കൂ, ഇതെന്തൊരു കുന്തമാണ്, കുന്തത്തിനൊരു താടിയും മുറ്റമടിക്കാൻ പറ്റും, ബ്രഷാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചില്ലേ? ഈ ഉള്ളവൻ അതിൽ വേദനയില്ല കേട്ടോ. പക്ഷേ നിങ്ങളുടെ പരിഹാസമുണ്ടല്ലോ, അത് മദീനത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് നിങ്ങൾ പരിഹസിച്ച ലമീർ പുന്നാര റസൂലുള്ളാഹിയുടെ കേന്ദ്രത്തിലേക്കാ മടങ്ങുന്നത്. മുസ്ലിയാരെ, നിങ്ങൾ എന്തിനെയാണ് പരിഹസിച്ചത്? റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ചുകൊണ്ട് ഞങ്ങൾ താടി വളർത്തിയെങ്കിൽ അത് മുറ്റമടിക്കുന്ന പറ്റുമെന്നും ബ്രഷാക്കാൻ പറ്റുമെന്നും കുന്തമാണെന്നും കുന്തത്തിനൊരു താടി എന്നുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അഷ്റഫുൽ ഖൽഖായ ഹബീബിന്റെ സുന്നത്തിനെ അല്ലേ പരിഹസിച്ചത്? അതുകൊണ്ട് ആ പരിഹാസം മുഴുവൻ ആദ്യമായി ചെന്ന് തറക്കുന്നത് ഹബീബായ ഞങ്ങളെ നേതാവ് നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് മുഅ്മിനീങ്ങൾക്ക് വെള്ളം മുക്കിക്കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് ഒരിറ്റു വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചു പോകുമ്പോ ഞങ്ങൾക്ക് നോക്കി കണ്ടാസ്വദിക്കേണ്ട ഞങ്ങളുടെ നേതാവിന്റെ നേരെയല്ലേ നിങ്ങളുടെ ഈ പരിഹാസം ചെന്ന് തറക്കുന്നത്? കണ്ടോ? അതാണ് കേട്ടപ്പോ മൂപ്പർക്ക് ഇങ്ങനെ തോന്നി. സർവ്വസ്ഥലത്തൊന്നും മൂപ്പരോട് പറഞ്ഞ് മോശമായിട്ടോ, താടിനെ പറഞ്ഞത് മോശമായി. അതൊക്കെ മൂപ്പരിങ്ങനെ പലതും പറയാൻ നോക്കി. എന്ത് താടി നിൽക്കൂലേ, താടി വെച്ചതിനെല്ലാം പറ, താടി വെച്ച് പറ്റിക്കണീനാണ്, നിങ്ങൾ താടി വെച്ച് പറ്റിക്കണീനാണ്, പറ്റിക്കൽ പറഞ്ഞാൽ പോരെ?
താടിയുടെ നീളല്ലേ നിങ്ങൾ പറഞ്ഞ്, മുറ്റടിക്കാൻ പറ്റും, ബ്രഷാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മൂപ്പർക്ക് തോന്നി ഇപ്പൊ ഇതൊന്നും മടഞ്ഞല്ലേ. അപ്പൊ നീ മൂപ്പര് ആർക്കൊക്കെ മറുപടി പറയുന്ന വേറൊരു വേദിയിൽ വെച്ചിട്ട് മൂപ്പര് ഞാൻ ഈ പറയുന്ന വാചകമൊക്കെ അതേപോലെ പറയുന്നുണ്ട് കേട്ടോ. റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കണ്ടേ ഒക്കെ പറയുന്നുണ്ട്. പഠിച്ചുപോയി മൂപ്പര്, കേട്ട് പഠിച്ചതാ, കേട്ടോളൂ. ഇപ്പൊ മൂപ്പർക്ക് താടിനോട് എന്താ മധുരെന്നറിയോ? താടി വളർത്തണേ, ബുഖാരിയൊക്കെ ഇട്ടിട്ട് കാണിക്കാൻ പഠിച്ചില്ലേ മൂപ്പര്. നന്നാവും നിങ്ങൾ, ഓരോന്നോരോ നിങ്ങളും നന്നാവും. ഇതാ നന്നാകണ കോലം കണ്ടോ? കേട്ടോ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അവിടുന്ന് എന്താ പഠിപ്പിക്കുന്നത്? അൻഹിക്കുസ്സവാരിബ വഅഫുൽ ലിഹാ, ബാബു ഇഫാഇൽ ലിഹാ എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്ന ഹദീസാണ്. നിങ്ങൾ മീശ വെട്ടണം, നിങ്ങൾ താടി വളർത്തണേ. ഇനിയും കണ്ടോളൂ, താടി വളർത്താതെ താടി പഠിക്കുന്ന ഏർപ്പാട് ആരെ ഏർപ്പാടാണ്? ഖാലിഫുൽ മുശ്രിക്കീന വഫിറുൽ ലിഹാ, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മുശ്രിക്കീങ്ങൾക്കെതിരായി നിങ്ങൾ നീങ്ങുക. അതേ മജൂസികൾക്കെതിരായി എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇങ്ങനെ മജൂസികളെ ഏർപ്പാടാണ്, മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്. എന്ത്? രണ്ടാമത്തെ വാചകത്തിൽ അവിടെ നിന്ന് പറയുന്നു, വഫിറുൽ ലിഹാ, നിങ്ങൾ താടി വളർത്തുവീൻ, താടി പഠിക്കല്ല, താടി പഠിക്കല്ല, നിങ്ങൾ താടി വളർത്തുവീൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ്. ഇത് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 5893 നമ്പർ ഹദീസായി, 5892 നമ്പർ ഹദീസായി അതാ റിപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണുകയാണ്. പക്ഷേ ഈ ബുഖാരിയിലെ ഹദീസിനെ കാണും വലിയ തെളിവ് കക്കാടിന്റെ വാക്കായാൽ അതെത്ര ഗൗരവമാണ് സഹോദരന്മാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിറാസത്തിന് താടി മാനദണ്ഡമല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, അബ്ദുൽ നാസിർ മദനിയോട് വളരെ വിനയത്തോടെ ചോദിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവിലൂടെ നിങ്ങൾ താടി വളർത്തണേ, നിങ്ങൾ താടി വളർത്താതെ താടി പഠിക്കുന്നത് മുശ്രിക്കീങ്ങളെ ഏർപ്പാടാണ്, മജൂസികളെ ഏർപ്പാടാണെന്ന് അവിടുത്തെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിൽ വ്യക്തമായി പറയുമ്പോൾ ഫത്ഹുൽ മുഈൻ അടക്കമുള്ള കിതാബുകളിൽ താടി പഠിക്കുന്നത് ഹറാമാണെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മറ്റു ചിലർ കറാഹത്താണെന്ന് പറഞ്ഞവരും ഉണ്ട്. ഏതായാലും വിരോധിക്കപ്പെട്ടതിനാണല്ലോ കറാഹത്ത് എന്ന് പറയുന്നത്. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താടി പഠിക്കുന്നത് വിരോധിച്ചതാണെന്ന് സർവമഹാന്മാരും പറയുമ്പോൾ, അതേ താടി വളർത്തൽ സുന്നത്താണെന്ന് എല്ലാവരും പറയുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി സംസാരിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിക്കുന്നവർ, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് പറയുമ്പോ എന്റെ അബ്ദുൽ നാസിർ മദനിയോട് ചോദിക്കട്ടെ, അതുപോലെ താടി പഠിക്കുന്നതിനെ ന്യായീകരിക്കുന്ന കക്കാട് ഫൈസിയോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കണ്ടയോ? ഈ വാചകം എവിടുന്ന് പഠിച്ചു? അതാ മാറ്റം എന്ന് പറയുന്നത് കേട്ടോ.